ഹായ് ഹലോ ഗൈസ്. ഞാൻ ദുബായിലെ ജോബിനെ ബേസ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു. അതിലൊരു എൻക്വയറി ആയിരുന്നു, നമ്മൾ പുതിയതായിട്ടൊരു ജോബിലോട്ട് കയറുമ്പോഴത്തേക്ക് സി വി എങ്ങനെ അപ്ഡേഷൻ വരുത്തേണ്ടേ. നമ്മുടെ അതായത് വേറൊരു ഫീൽഡാണല്ലോ, അപ്പം നമുക്കറിയാത്ത ഒരു ഫീൽഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി വി എന്താ ചെയ്യേണ്ടേ, അപ്പോൾ അവിടെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ദുബായിൽ ഫ്രഷേഴ്സിന് ആവശ്യമുള്ള ഒരുപാട് ജോബ് വാക്കൻസീസ് ഉണ്ട്. പക്ഷേ നമ്മളാരും നമ്മുടെ നിലയും വിലയൊക്കെ നോക്കിയിട്ട് ആ ജോബിനൊന്നും കയറാൻ ചാൻസ് ഇല്ല. കാരണം അതിൻ്റെ സാലറി ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഈഗോ പ്രോബ്ലംസ് ആയിരിക്കും. കാരണം ഞാൻ നാട്ടിൽ വലിയ കില്ലാടിയായിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു 4 കാശ് കയ്യിൽ കിട്ടിയാലേ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് ഇവിടെ വരും. അപ്പൊ അങ്ങനെ കയറുന്ന നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ സി വി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നോർമലി നമ്മുടെ സി വി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ അത് കൂടാതെ നമ്മൾ ഏതൊക്കെയാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി ഒരു പ്രത്യേകം സി വി ക്രിയേറ്റ് ചെയ്തിരിക്കണം. അത് ഇൻഡീഡ് വഴിയായാലും ഇപ്പോൾ ലിങ്ക്ഡിൻ വഴിയായാലും ഏത് വഴി അപ്ലൈ ചെയ്താലും ഏതിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് ബേസ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരു സി വി ഉണ്ടായിരിക്കണം. പിന്നെ ഇന്റർവ്യൂവിന് നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രിപ്പയർ ആയി നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും അതും ഇതുമൊക്കെ പ്രിപ്പയർ ആയി പോകും. പക്ഷേ ഏത് ഇന്റർവ്യൂവിനാണോ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസോ അതിന് എങ്ങനെ പ്രിപ്പയർ ആവണമെന്നോ. കാരണം ഇവിടെ എക്സ്പീരിയൻസ് വേണ്ട ജോലിക്കൊന്നും നമുക്ക് എന്തായാലും പുതുതായിട്ട് വരുന്ന ഫ്രഷേഴ്സിന് കിട്ടാൻ പോകുന്നില്ല. എന്ന് വെച്ച് നമ്മൾ ഫ്ലുവൻസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറൊന്നും ടെൻഷൻ അടിക്കാനില്ല. നമ്മൾ ഫേസ് ചെയ്യേണ്ടത് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മളുടെ എന്താണോ ചോദിക്കുന്നത് അത് തിരിച്ച് മറുപടി പറയാൻ പറ്റുക എന്ന് മാത്രം. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.